ലൽമാൻ ശുക്ല വേഴ്സസ് ഗൗരി ഡട്ട്. നമ്മുടെ ഗൗരി ഡട്ട് എന്ന് പറയുന്ന ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. ആ പ്രിൻസസിന് ഒരു നെഫ്യൂ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ആ നെഫ്യൂനെ കാണാതാവുകയാണ്. അങ്ങനെ ആകെ ടെൻഷനായിട്ട് നമ്മുടെ പ്രിൻസസ് എന്ത് ചെയ്തു? പ്രിൻസസിന്റെ സെർവൻസിനെയൊക്കെ നെഫ്യൂനെ അന്വേഷിക്കാൻ വിടുകയാണ്. അങ്ങനെ ഓരോ സെർവൻസും ഓരോ സ്ഥലത്തേക്ക് പോയി. അവർ പോയതിന്റെ പിന്നാലെ നമ്മുടെ ഗൗരി ഡട്ട് ഒരു നോട്ടീസ് ഇറക്കി. എന്റെ നെഫ്യൂനെ കാണാനില്ല, നെഫ്യൂനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്ക് ഒരു റിവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സെർവൻസും ഓരോ സ്ഥലത്താണല്ലോ പോയിരിക്കുന്നത്. നമ്മുടെ ശുക്ല എന്ന് പറയുന്ന ലൽമാൻ ശുക്ല എന്ന് പറയുന്ന ഒരു സെർവന്റ് ഹരിദ്വാറിൽ വെച്ചിട്ട് ആ നെഫ്യൂനെ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരികയാണ്. ഗൗരി ഡട്ടിന് കൊടുത്തു, എല്ലാവരും ഹാപ്പിയായി. പക്ഷേ ഈ ശുക്ല കൊണ്ടുവരുന്ന സമയത്ത് ഈ നോട്ടീസിനെ കുറിച്ച്, ഈ റിവാർഡിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തു പറ്റി? ആദ്യം ആ റിവാർഡ് ഗൗരി ഡട്ട് കൊടുത്തില്ല. പിന്നീട് ഈ കുട്ടിനെ കൊടുത്ത ശേഷമാണ് നമ്മുടെ ശുക്ല അറിയുന്നത്, ഓ ഇങ്ങനെ ഒരു റിവാർഡ് പ്രഖ്യാപിച്ചത്, എന്നാ പിന്നെ ആ റിവാർഡ് ചോദിച്ച് പോവാം. അങ്ങനെ റിവാർഡ് ചോദിച്ച് ഗൗരി ഡട്ടിന്റെ അടുത്തേക്ക് പോയി. ഗൗരി ഡട്ട് റിവാർഡ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ പ്രശ്നമായി. നമ്മുടെ ശുക്ല കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോ കോടതിയും പറഞ്ഞു ഗൗരി ഡട്ടിനോട് ആ റിവാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ കോൺട്രാക്ട് ആയിട്ട് പഠിച്ചിട്ടില്ലേ? കോൺട്രാക്ട് എങ്ങനെയാവുന്നത്? ഒരു ഓഫർ കൊടുക്കുന്നു, ആ ഓഫർ മനസ്സിലാക്കുന്നു, ഓഫർ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെയാണ് കോൺട്രാക്ട് ജനിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിട്ടില്ല. കാരണം എന്താ? അങ്ങനെ ഒരു ഓഫർ വെച്ച വിവരം നമ്മുടെ ഓഫറെ അറിഞ്ഞിട്ടില്ല. സോ നോ കോൺട്രാക്ട്, നോ റിവാർഡ്.